എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സ് ഈ ഒരു സീസണിലെ അവസാന മാച്ചിനായിട്ട് ഇറങ്ങുകയാണ് ഹൈദരാബാദ് FC-യുമായിട്ട്. ഇന്ന് രാത്രി 7 മണിക്ക് നമുക്ക് ഏഷ്യാനെറ്റ് പ്ലസിലും അതുപോലെ തന്നെ സ്റ്റാർ സ്പോർട്സിലും വഴി കാണാൻ സാധിക്കും. എന്തായാലും ഈ ഒരു മാച്ച് മിക്കവാറും എല്ലാവരും തന്നെ കാണുമെന്നാണ് വിചാരിക്കുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അവസാന മത്സരമായതുകൊണ്ട് തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മാത്രമല്ല മറ്റ് പല താരങ്ങളുടെയും അവസാന മത്സരമായിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സ് ജേഴ്സിയിൽ ഈ ഒരു മത്സരം എന്ന് പറയുന്നത്. അതാരൊക്കെ ആയിരിക്കുമെന്ന് എനിക്ക് അറിയില്ല. ഒരുപക്ഷെ നമ്മുടെ എല്ലാം ഏറ്റവും സൂപ്പർ താരമായ അഡ്രിയാൻ ലൂണ വരെ ക്ലബ്ബ് വിടാനുള്ള സാധ്യതകളുണ്ട് എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അഡ്രിയാൻ ലൂണയുടെ കാര്യം നോക്കുകയാണെങ്കിൽ അദ്ദേഹം എന്താണ് 4 സീസണായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് തുടർച്ചയായി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ ഇതൊരു അവസാന മാച്ചാണെങ്കിൽ ക്ലബ്ബ് അദ്ദേഹത്തിനോട് ഉറപ്പായിട്ടും അത് പറഞ്ഞിരിക്കണം. കാരണം ഈ വർഷത്തോടെ ലൂണയെ കണ്ടിന്യൂ ചെയ്യാൻ താല്പര്യമുള്ളൂ, നെക്സ്റ്റ് ഇയർ ഞങ്ങൾ വേറെ ഒരു നോക്കുവാന്ന് പറഞ്ഞിട്ട് ഒരു റിട്ടയർമെൻറ്റ് മാച്ച്, അത് റിട്ടയർമെൻറ്റ് മാച്ചല്ല, ക്ലബ്ബിൽ നിന്നൊരു ഫെയർവെൽ മാച്ച് എന്ന രീതിയിൽ വേണമെങ്കിൽ വെക്കാവുന്നേ ഉള്ളൂ. എന്തായാലും നമുക്ക് പറയാൻ പറ്റില്ല, എന്ത് വേണമെങ്കിലും സംഭവിക്കാൻ. 2027 വരെ കോൺട്രാക്റ്റ് ഉണ്ടെന്ന് പറഞ്ഞാലും ക്ലബിന് എന്താ പറയുക, മുന്നോട്ട് പോക്കിൽ ലൂണയിൽ പ്രത്യേകിച്ച് എന്താ പറയുക ഒന്നും ഇല്ലെങ്കിൽ, അതായത് 4 സീസണായിട്ട് കളിക്കുന്നു, നമുക്കിതൊരു കപ്പ് നേടിത്തരാൻ അഡ്രിയാനോട് എനിക്ക് സാധിച്ചില്ല. അദ്ദേഹം ശ്രമിക്കുന്നുണ്ടെന്ന് എല്ലാവരും പറയുന്നുണ്ട്. അദ്ദേഹം ശ്രമിക്കുന്നുണ്ട്, അത് എനിക്കും അറിയാവുന്ന കാര്യമാണ്. ബട്ട് കപ്പ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇവിടെ നമ്മൾ ഒരിക്കലും ഒരു പ്ലെയർ പോകുന്നതിനും വരുന്നതിനും ഒന്നും നമ്മൾ പ്രത്യേകിച്ച് ഇമോഷൻ ആവേണ്ട ആവശ്യമൊന്നും തന്നെ ഇല്ല. അവർ പോവുക, ആ ഒരു സമയത്ത് നമ്മൾ താങ്ക് യു പറഞ്ഞു വിടുക, അത്രയേ ഉള്ളൂ. അല്ലാതെ വേറെ ഇവിടെ ഇമോഷൻ്റെ ഒരു കാര്യമില്ല. എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ക്ലബിനെ, അതായത് കിരീടം അടിപ്പിക്കാൻ പറ്റുന്ന താരങ്ങൾ വന്നു കഴിഞ്ഞാൽ അത്രയും വലിയൊരു കാര്യമായിരിക്കുമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. സോ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ഉറപ്പായിട്ട് ഒന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് പറയാനായിട്ട് ശ്രമിക്കുക. സോ എന്തായാലും അവസാന മാച്ചിന് ഒരുങ്ങിക്കഴിഞ്ഞു, കുറേ പേരുടെ അവസാന മാച്ചായിരിക്കും ഇത്. എന്തായാലും അഡ്രിയാൻ ലൂണ എന്നൊരു ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട്, ഭാവി അനിശ്ചിതത്തിലാണ്, ഒന്നും പറയാൻ സാധിക്കില്ല, എന്ത് വേണമെങ്കിലും സംഭവിക്കുക. 27 വരെ കോൺട്രാക്റ്റ് ഉണ്ടെങ്കിൽ പോലും ക്ലബിന് ചിലപ്പോൾ റീതിങ്ക് ചെയ്ത് തന്നെ ഒഴിവാക്കാം, ചിലപ്പോൾ താൻ തന്നെ റീതിങ്ക് ചെയ്ത് ക്ലബിൽ നിന്ന് പിന്മാറാം. സോ എന്ത് വേണമെങ്കിലും സംഭവിക്കാമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ബോക്സിൽ പറയാം. അടുത്ത വീട്ടിൽ കാണുന്നതിന് ഗുഡ് ബൈ.